സ്വിംഗ് ട്രേഡിങ്ങിൽ ടെക്നിക്കൽ അനാലിസിസിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് ചാർട്ട് പാറ്റേൺസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഓൾറെഡി പാർട്ട് 1 വീഡിയോ ചെയ്തു. അതിൽ നമ്മൾ ഡബിൾ ടോപ്പ്, ഡബിൾ ബോട്ടം, ഹെഡ് ആൻഡ് ഷോൾഡർ, ഇൻവേർട്ടഡ് ഹെഡ് ആൻഡ് ഷോൾഡർ എന്നീ ചാർട്ട് പാറ്റേൺസ് ഡിസ്കസ് ചെയ്തു. ആ ഒരു വീഡിയോയുടെ ലിങ്ക് ഞാനിവിടെ ഐ ബട്ടണിൽ ഇട്ടേക്കാം. അപ്പോൾ അതിൻ്റെ ബാക്കി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാർട്ട് പാറ്റേൺ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇനി അടുത്തത് നമുക്ക് നോക്കാൻ പോകുന്ന അടുത്ത ചാർട്ട് പാറ്റേൺ ആണ് റെക്റ്റാങ്കിൾ ബ്രേക്ക്ഔട്ട് എന്ന് പറയുന്ന ചാർട്ട് പാറ്റേൺ. റെക്റ്റാങ്കിൾ ബ്രേക്ക്ഔട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് റെക്റ്റാങ്കിൾ എന്ന് നമുക്ക് ഓൾറെഡി അറിയാം. ഇതാണ് ഒരു റെക്റ്റാങ്കിൾ എന്ന് പറയുന്നത്. അപ്പോൾ മാർക്കറ്റ് മേ ബി ഒരു അപ് ട്രെൻഡിൽ വന്നിട്ട് ഒരു റെക്റ്റാങ്കിളിൽ കുറേ നാളായിട്ട് കൺസോൾഡേറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരു ഡൗൺ ട്രെൻഡിൽ വന്നിട്ട് റെക്റ്റാങ്കിളിൽ കുറേ നാളായിട്ട് കൺസോൾഡേറ്റ് ചെയ്യുന്നു. അപ്പോൾ ഇങ്ങനെ റെക്റ്റാങ്കിളിൽ കൺസോൾഡേറ്റ് ചെയ്യുമ്പോൾ എന്താണ് നമുക്ക് ഈ ചാർട്ട് പാറ്റേൺ കൊണ്ട് എന്ത് മൂവ്മെൻ്റ് ആണ് നെക്സ്റ്റ് ഉണ്ടാവുന്നത് എന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അതായത് നമുക്കറിയാം മാർക്കറ്റ് ഒരു ഡൗൺ ട്രെൻഡിലേക്ക് വരുന്നു. കുറച്ച് നാളത്തെ ഈ ഒരു ലെവലിൽ, ഈ ഒരു റെക്റ്റാങ്കിൾ ലെവലിൽ മാർക്കറ്റ് നിൽക്കുകയാണ്. അപ്പം നമ്മൾ കൂടുതൽ എന്താ വിചാരിക്കുക, മാർക്കറ്റ് ഇത് ഇത്രയും ഡൗൺ സൈഡ് വന്നു, കുറച്ച് ദിവസങ്ങളായിട്ട് ആ ഒരു ലെവലിൽ കൺസോൾഡേറ്റ് ചെയ്യുന്നുണ്ട്, അപ്പോൾ ഇവിടെ നിന്ന് സപ്പോർട്ട് എടുത്ത് മാർക്കറ്റ് മുകളിലോട്ട് പോകുമെന്നാണ് നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്നത്. പക്ഷേ അതിനെതിരായിട്ട് അങ്ങനെയല്ല. മാർക്കറ്റ് ഒരു ബെയറിഷ് ട്രെൻഡിൽ വന്ന് ഒരു റെക്റ്റാങ്കിൾ കൺസോൾഡേറ്റ് ചെയ്യുകയാണെങ്കിൽ അതൊരു അക്യൂമുലേഷൻ ആണെങ്കിൽ മേ ബി മുകളിലോട്ട് ബ്രേക്ക്ഔട്ട് ചെയ്യും. പക്ഷെ മോർ ചാൻസ് ഇവിടെ കൺസോൾഡേറ്റ് ചെയ്യുമ്പോൾ വീണ്ടും താഴത്തോട്ട് ബ്രേക്ക്ഔട്ട് ചെയ്യാനുള്ള ചാൻസ് ആണ് കൂടുതൽ. അപ്പോൾ റെക്റ്റാങ്കിൾ ബ്രേക്ക്ഔട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബെയറിഷ് ട്രെൻഡിൽ വരുന്നു, താഴെ കുറച്ച് കൺസോൾഡേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് വിചാരിക്കും, അവിടെ നിന്ന് സപ്പോർട്ട് എടുത്ത് മാർക്കറ്റ് മുകളിലോട്ട് പോകാൻ പോകുമെന്ന് വിചാരിക്കും. പക്ഷേ നമ്മൾ പറ്റിച്ചുകൊണ്ട് ഈ ഒരു സ്റ്റോക്കിൻ്റെ പ്രൈസ് താഴത്തോട്ടായിരിക്കും റെക്റ്റാങ്കിൾ ബ്രേക്ക്ഔട്ട് ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതൽ. അവിടെ നമ്മളെപ്പോഴും ചിന്തിക്കുന്നത് എന്താ, മാർക്കറ്റ് ബെയറിഷ് ആയി, ഇത് അവിടെ കൺസോൾഡേറ്റ് ചെയ്യുന്നു, വീണ്ടും അവിടെ നിന്ന് സപ്പോർട്ട് എടുത്ത് മുകളിലോട്ട് പോകാൻ പോകുന്നു എന്നുള്ളതാണ്. ഇതുപോലെ തന്നെ നിങ്ങൾ നോക്കിക്കേ, മാർക്കറ്റ് ബുള്ളിഷായി, അതായത് ഒരു സ്റ്റോക്ക് ബുള്ളിഷ് ട്രെൻഡിലാണ്. അപ്പോൾ നമുക്ക് എൻട്രി ഒന്നും കിട്ടിയിട്ടില്ല. ഇവിടെ കുറച്ച് ദിവസം ഈ ഒരു ലെവലിൽ ഇങ്ങനെ ഒരു റെക്റ്റാങ്കിളിൽ കൺസോൾഡേറ്റ് ചെയ്യുകയാണ്. അപ്പോൾ നമ്മൾ എന്ത് വിചാരിക്കും, മാർക്കറ്റ് ഇത്രയും ബുള്ളിഷായി, മുകളിൽ കൺസോൾഡേറ്റ് ചെയ്യുകയാണ്, അപ്പോൾ ഇനി അവിടെ റെസിസ്റ്റൻസ് എടുത്ത് താഴത്തോട്ട് വീഴാനുള്ള ചാൻസ് ആണ് കൂടുതൽ എന്നാണ് നമ്മൾ വിചാരിക്കുക. പക്ഷെ അങ്ങനെയല്ല. ഒരു റെക്റ്റാങ്കിൾ, ഈ ഒരു ബ്രേക്ക്ഔട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബുള്ളിഷിൽ പോകുന്ന ഒരു സ്റ്റോക്ക് ഒരു റെക്റ്റാങ്കിളിൽ കൺസോൾഡേറ്റ് ചെയ്യുമ്പോൾ ഇവിടെ ഒരു അക്യൂമുലേഷൻ നടന്ന് വീണ്ടും മുകളിലോട്ട് പോകാനുള്ള ചാൻസ് ആണ് കൂടുതലായിട്ട് ഈ ഒരു പാറ്റേണുകളിൽ കാണാനായിട്ട് സാധിക്കുന്നത്. ഇതിനെയാണ് നമ്മൾ ബെയറിഷ് റെക്റ്റാങ്കിൾ, ബുള്ളിഷ് റെക്റ്റാങ്കിൾ എന്നൊക്കെ നമ്മൾ പറയും. അതായത് ഒരു ഡൗൺ ട്രെൻഡിൽ വന്നിട്ട് താഴെ കൺസോൾഡേറ്റ് ചെയ്യുകയാണെങ്കിൽ അതൊരു ബെയറിഷ് റെക്റ്റാങ്കിളും, അല്ല ഒരു അപ്സൈഡിൽ വന്നിട്ട് മുകളിൽ കൺസോൾഡേറ്റ് ചെയ്യുകയാണെങ്കിൽ ഒരു ബുള്ളിഷ് റെക്റ്റാങ്കിളായിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഇപ്പോൾ നിങ്ങൾ വിചാരിക്കുക എപ്പോഴും ഇതിങ്ങനെ തന്നെ സംഭവിക്കണമെന്നില്ല. ഈ ഒരു കൺസോളിഡേഷൻ ഒരു അക്യൂമുലേഷൻ ആണെങ്കിൽ മുകളിലോട്ടും, ഈ ഒരു കൺസോളിഡേഷൻ ഒരു ഡിസ്ട്രിബ്യൂഷൻ ആണെങ്കിൽ താഴത്തോട്ടും വരും. പക്ഷെ എപ്പോഴും ഇങ്ങനെ പാറ്റേൺസ് കാണുമ്പോൾ നമ്മൾ മോർ ചിന്തിക്കുന്നതിനെതിരായിട്ടായിരിക്കും എപ്പോഴും വരാം. പിന്നെ ഞാൻ ഈ റെക്റ്റാങ്കിൾ ബ്രേക്ക്ഔട്ട് കുറച്ചും കൂടി ഇൻട്രാഡേയിൽ അല്ലെങ്കിൽ ഓപ്ഷൻസിലൊക്കെ ചെയ്യുമ്പോൾ ഞാൻ നോക്കുന്നത് റെക്റ്റാങ്കിൾ വരയ്ക്കും, എവിടേക്കാണ് ഈ റെക്റ്റാങ്കിൾ ബ്രേക്ക് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ ബുള്ളിഷായി ഈ ഒരു റെക്റ്റാങ്കിൾ ഇവിടെ വന്നു, ഈ ഒരു റെക്റ്റാങ്കിൾ ബ്രേക്ക് ചെയ്ത് പോവുകയാണെങ്കിൽ വി അസ്യൂം ദാറ്റ്സ് എ ബുള്ളിഷ് ബ്രേക്ക്ഔട്ട്. അല്ല നേരെ മറിച്ച് ഈ റെക്റ്റാങ്കിളിൻ്റെ താഴത്തേക്കാണ് ഇത് ബ്രേക്ക് ചെയ്യുന്നതെങ്കിൽ ചിലപ്പോൾ അത് ഫേക്ക് ബ്രേക്ക്ഔട്ട് ആയിരിക്കും, ചിലപ്പോൾ അത് കുറച്ചുകൂടി താഴെ പോയിട്ട് വീണ്ടും പുൾ ബാക്ക് ചെയ്തേക്കാം. അതർവൈസ് നമ്മൾ ആ ഒരു ബ്രേക്ക്ഔട്ട് നോക്കിയിട്ട് എൻട്രി എടുക്കാനായിട്ട് ശ്രമിക്കുക. ഈ ഒരു ബ്രേക്ക്ഔട്ട് പാറ്റേൺ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് നിങ്ങൾ ഇയർലി ചാർട്ടൊക്കെ എടുക്കുമ്പോൾ, ഇപ്പോൾ ബജാജ് ഫിനാൻസ് നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ ഞാൻ ഓൾറെഡി എൻ്റെ ചാനലിൽ എൻട്രി എടുത്തതാണ്. ആ ബജാജ് ഫിനാൻസിൽ മാർക്കറ്റ് 2-3 വർഷമായിട്ട് ആ ഒരു ലെവലിൽ തന്നെ കൺസോൾഡേറ്റ് ചെയ്ത് റെക്റ്റാങ്കിൾ ഫോം ചെയ്ത് ആ റെക്റ്റാങ്കിൾ ബ്രേക്ക്ഔട്ട് ചെയ്തപ്പോൾ വലിയൊരു ബ്രേക്ക്ഔട്ട് നമുക്ക് കിട്ടി. അതുപോലെ തന്നെ കൊഡാക് ബാങ്ക് നിങ്ങൾ എടുത്ത് നോക്കി കഴിഞ്ഞാൽ 1-2 വർഷം അവിടെ കൺസോൾഡേറ്റ് ചെയ്ത് ഒരു ബ്രേക്ക്ഔട്ട് കൊഡാക്ക് തന്നു. എനിക്ക് ആ ഒരു സ്വിങ്ങിൽ ആ കൊഡാക്ക് എനിക്ക് കിട്ടിയിരുന്നു. പക്ഷേ കൊഡാക്കിൻ്റെ റിസൾട്ട് മോശമായതുകൊണ്ട് നിങ്ങൾ ആ ചാർട്ട് ഞാൻ വേണമെങ്കിൽ ഇവിടെ കാണിച്ചു തരാം. ആ വിക്ക് മാത്രം മുകളിലോട്ട് അടിച്ചു, അത് കഴിഞ്ഞിട്ട് വീണ്ടും അത് താഴത്തേക്ക് വന്നു എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു കൊഡാക്കിൽ ആ ഒരു റെക്റ്റാങ്കിൾ ബ്രേക്ക്ഔട്ട് പാറ്റേൺ ഒരു ഇയർലി ഒക്കെ ആണെങ്കിൽ വളരെ വലിയ റിസൾട്ട് ഈ പർട്ടിക്കുലർ ചാർട്ട് പാറ്റേൺ തരും. അതായത് ഇയർലിയിൽ റെക്റ്റാങ്കിൾ ബ്രേക്ക്ഔട്ട് വരാണെങ്കിൽ നല്ല റിസൾട്ട് കിട്ടും. പക്ഷേ എപ്പോഴും അത് വളരെ റെയർ കേസാണ്. ഇയർലിയിലൊക്കെ റെക്റ്റാങ്കിൾ പാറ്റേൺസ് വരാനെന്ന് പറയുന്നത് കുറച്ച് റെയറാണ്. നമ്മളത് ഭയങ്കരമായിട്ട് അനാലിസ് ചെയ്താലാണ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. പക്ഷെ എന്നാലും ഒരു മന്ത്ലിയിലോ വീക്ക്ലിയിലോ ഡെയിലിയിലോ ഇങ്ങനെയുള്ള പാറ്റേൺ ഓക്കെയാണ്. അപ്പോൾ നിങ്ങൾക്കത് മനസ്സിലായെന്ന് വിചാരിക്കുകയാണ്. റെക്റ്റാങ്കിൾ പാറ്റേൺ എപ്പോഴും നമ്മൾ വിചാരിക്കുന്ന പോലെ ആയിരിക്കില്ല.
അപ്പോൾ ഒരു ബെയറിഷ് ആയിട്ട് വന്ന് താഴെ കൺസോൾട്ടേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ വിചാരിക്കും മുകളിലോട്ട് പോകുന്നു, പക്ഷെ അങ്ങനെയല്ല, താഴത്തോട്ട് വരാനുള്ള ചാൻസ് ആണ് കൂടുതൽ. അതുപോലെ തന്നെ മുകളിലോട്ട് വന്ന് അവിടെ കൺസോൾട്ടേറ്റ് നമ്മൾ വിചാരിക്കും താഴത്തോട്ട് പോവാണ്, പക്ഷെ അങ്ങനെയല്ല, മുകളിലോട്ട് വീണ്ടും പോകാനുള്ള ചാൻസ് ആണ് കൂടുതൽ. എന്ത് ചെയ്താലും പ്രോപ്പർ റിസ്ക് റിവാർഡ് നോക്കി ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സക്സസ് ആയിട്ട് ഈ ഒരു ട്രേഡ് എക്സിറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ചാർട്ട് പാറ്റേണിൽ ഡബിൾ ടോപ്പ്, ഡബിൾ ബോട്ടം, ഹെഡ് ആൻഡ് ഷോൾഡർ, ഇൻവെർട്ടർ ഹെഡ് ആൻഡ് ഷോൾഡർ, ബെയറിഷ് റെക്റ്റാങ്കിൾ ആൻഡ് ബുള്ളിഷ് റെക്റ്റാങ്കിൾ, ഇത്തരം കാര്യങ്ങൾ ക്ലിയർ ആണോ? ഇനി നമുക്ക് അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാർട്ട് പാറ്റേൺ നോക്കാം. അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാർട്ട് പാറ്റേൺ എന്ന് പറയുന്നത് റൈസിങ് വെഡ്ജസ് ആണ്. അതായത് മാർക്കറ്റ് ഒരു ബുള്ളിഷ് ട്രെൻഡിൽ പോകുന്നു, ഒരു നാരോ റേഞ്ചിലേക്ക് മാർക്കറ്റ് ചുരുങ്ങി പക്ഷെ അവിടെ ഒരു വെഡ്ജ് ഫോം ചെയ്തു, പക്ഷെ അതൊരു ബുള്ളിഷ് അല്ലെങ്കിൽ റൈസിങ് വെഡ്ജ് തന്നെയാണ്. അപ്പോൾ നമ്മൾ വിചാരിക്കും മുകളിലോട്ട് പോവുകയാണ്, പക്ഷെ ഈ ഒരു സ്ക്രീനിൽ കാണിച്ചിരിക്കുന്ന പോലെ, ഇത് വരച്ചേക്കുന്നല്ല, ഈ ഒരു PPTയിൽ കാണിച്ചിരിക്കുന്ന പോലെ ഒരു റൈസിങ് വെഡ്ജസ് ആണ് വരുന്നതെങ്കിൽ, ഒരു നാരോ ഇതിലേക്കാണ് മാർക്കറ്റ് പോകുന്നതെങ്കിൽ ഈ ഒരു ലെവലിൽ വന്ന അത്രയും ബ്രേക്ക് ഔട്ട് ഈ ഒരു ലെവലിൽ വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഇതിനാണ് നമ്മൾ റൈസിങ് വെഡ്ജസ് എന്ന് പറയുന്നത്. ഒരു ബുള്ളിഷ് ട്രെൻഡിൽ ഒരു റൈസിങ് വെഡ്ജസ് വരുന്നു, അതുപോലെ തന്നെ ഒരു ബെയറിഷ് ട്രെൻഡിൽ മാർക്കറ്റ് ചെറുതായിട്ട് മുകളിലോട്ട് ജസ്റ്റ് ഒന്ന് മുകളിലോട്ട് പോകുന്നു, ചെറിയൊരു റൈസിങ് വെഡ്ജ് വരുന്നു. ഇവിടെ മോർ ചാൻസ് താഴത്തോട്ട് ബ്രേക്ക് ചെയ്യാനുള്ള ചാൻസ് തന്നെയാണ് കൂടുതൽ. അപ്പോൾ ഇതിനെയാണ് നമ്മൾ റൈസിങ് വെഡ്ജസ് എന്ന് പറയുന്ന ചാർട്ട് പാറ്റേൺ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്കിവിടെ നോക്കിയാൽ അറിയാം, ഇതൊരു ബുള്ളിഷ് ട്രെൻഡ് ആയിക്കോട്ടെ, ബെയറിഷ് ട്രെൻഡ് ആയിക്കോട്ടെ, റൈസിങ് വെഡ്ജസ് എന്ന് പറയുമ്പോൾ മുകളിലോട്ട് മാർക്കറ്റ് പോകുന്നു എന്നുള്ളതാണ്. പക്ഷേ ഇതിൻ്റെ പ്രൈസ് നാരോ ആയിട്ട് ചെറുതായിട്ട് മുകളിലോട്ട് പോകുന്നുണ്ട് എങ്കിലും ഇതിനെന്തില്ല, സ്ട്രെങ്ത് ഇല്ല, മൊമെൻറ്റം ഇല്ല. ഈ ഒരു റൈസിങ് വെഡ്ജ് എന്ന് പറയുന്നത് വളരെ വീക്കായിട്ടുള്ള അപ്വേർഡ് ട്രെൻഡാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും വളരെ വീക്ക് ആയതുകൊണ്ട് ഇത് ബ്രേക്ക് ചെയ്ത് താഴത്തോട്ട് വീഴാനുള്ള ചാൻസ് ആണ് കൂടുതൽ. അപ്പോൾ റൈസിങ് വെഡ്ജസ് വരുമ്പോൾ ഒരു ബുള്ളിഷ് ട്രെൻഡിലായിക്കോട്ടെ, ബെയറിഷ് ട്രെൻഡിലായിക്കോട്ടെ, ഈ ഒരു സ്ട്രെങ്ത് നാരോ റേഞ്ചിലേക്ക് വരുന്തോറും ഇത് താഴേക്ക് പോയി ഒരു ബെയറിഷ് ട്രെൻഡാണ് ഇവിടെ തരാനുള്ള ചാൻസ് കൂടുതൽ. ഈ റൈസിങ് വെഡ്ജസ് കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് കുറച്ച് പാടാണ്, ബിഗിനേഴ്സിന് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റില്ല. എന്നാലും ഞാനിത് ചാർട്ട് പാറ്റേണിൽ ഇത് ഇട്ട് പോവുകയാണ്. പക്ഷേ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഏത് ചാർട്ട് പാറ്റേൺ ആണ് നോക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞു തരാം കേട്ടോ. ഈ റൈസിങ് വെഡ്ജസ് പോലെ തന്നെ അതിൻ്റെ ഓപ്പോസിറ്റ് ആണ് ഫാളിങ് വെഡ്ജസ്. അതായത് മാർക്കറ്റ് ഒരു ബെയറിഷ് ട്രെൻഡിലേക്ക് വരുന്നു, ചെറുതായിട്ട് നാരോ ആയിട്ട് ഒരു ഫാളിങ് വെഡ്ജ് കണ്ടോ. അതായത് നമ്മൾ വിചാരിക്കും ഇതിങ്ങനെ ഫാൾ ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണെന്ന് വിചാരിക്കുന്ന പോലെ ഒരു ഫാളിങ് വെഡ്ജാണ് വരുന്നത്. അതായത് ഈ ഒരു സാഹചര്യത്തിൽ എന്താണ്, ഇവിടെ ബെയറിഷ് ട്രെൻഡ് വീക്കായിട്ട് വരികയാണ്. നേരത്തെ നമ്മൾ റൈസിങ് വെഡ്ജസ് കണ്ടപ്പോൾ ബുള്ളിഷ് ട്രെൻഡ് അവിടെ വീക്കായി മാർക്കറ്റ് ഫാൾ ചെയ്യുന്നു. പക്ഷേ ഫാളിങ് വെഡ്ജസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബെയറിഷ് ട്രെൻഡ് അവിടെ വീക്കായി മാർക്കറ്റ് എങ്ങോട്ട് പോകാനുള്ള ചാൻസ് ആണ് കൂടുതൽ, മുകളിലോട്ട് പോകാനുള്ള ചാൻസ് ആണ് കൂടുതൽ. അപ്പോൾ ആ ഒരു വെഡ്ജ് വരുമ്പോൾ ആ ട്രെൻഡ് വീക്കാവുന്നു എന്നുള്ളതാണ് ആ ഒരു ചാർട്ട് പാറ്റേൺ നമ്മളെ ഡിനോട്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ മാർക്കറ്റ് ബുള്ളിഷ് ആയിട്ട് വരുന്നു, ചെറുതായിട്ട് മാർക്കറ്റ് താഴത്തേക്ക് പോയി ഒരു നാരോ ആയിട്ടുള്ള ഒരു ഫാളിങ് വെഡ്ജ് വരുന്നു. ഇവിടെ നമ്മൾ വിചാരിക്കും ഇത്രയും ബുള്ളിഷ് ആയിട്ട് വന്നിട്ട് മാർക്കറ്റ് താഴത്തേക്ക് പോവുകയാണല്ലോ, പക്ഷെ ആ ഒരു നാരോ റേഞ്ചിലേക്ക് പോകുന്നത് അധികം വീണ്ടും ഒരു പുൾ ബാക്ക് എടുക്കാനാണ് ഇങ്ങനെ വീണ്ടും ആ ഒരു നാരോ റേഞ്ചിലേക്ക് ഒരു ഫാളിങ് വെഡ്ജ് ഫോം ചെയ്യുന്നത്. ഇത് നല്ല സ്ട്രെങ്ത്തിൽ മുകളിലോട്ട് പോകാനുള്ള ചാൻസ് ആണ് കൂടുതൽ. ഇവിടെ എപ്പോഴും നിങ്ങൾ നോക്കേണ്ടത് ഈ ഒരു വെഡ്ജ് ഫോം ചെയ്യുന്നത് എപ്പോഴും EMAയിലേക്കൊക്കെ റീട്രേസ് ചെയ്യുന്ന സമയത്തായിരിക്കും ഈ ഒരു വെഡ്ജസ് ഒക്കെ ഫോം ചെയ്യും. അപ്പോൾ ഞാൻ എപ്പോഴും നിങ്ങളോട് പറയാറുണ്ട് EMAയിലേക്ക് റീട്രേസ് ചെയ്യുമ്പോൾ വേണം നെക്സ്റ്റ് എൻട്രി എടുക്കാൻ എന്ന് ഞാൻ എപ്പോഴും പറയാറുണ്ട്. അപ്പോൾ ഇങ്ങനത്തെയുള്ള വെഡ്ജസ്, അതായത് ഒരു ബുള്ളിഷ് ട്രെൻഡിൽ വന്നു വീണ്ടും EMAയിലേക്ക് ഒരു നാരോ റേഞ്ചിലേക്ക് ഒരു ഫാളിങ് വെഡ്ജ് പോലെ വരുമ്പോൾ അവിടെ നിന്ന് അടുത്ത കുതിച്ച ചാട്ടത്തിന് മാർക്കറ്റ് തയ്യാറെടുക്കുകയാണ്. അപ്പോൾ അതാണ് EMAയിലേക്കൊക്കെയാണ് ഈ ഒരു വെഡ്ജ് റീട്രേസ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും വളരെ കൺഫർമേഷൻ ആയിട്ട് ട്രേഡ് എടുക്കാവുന്നതാണ്. അപ്പോൾ ഇതാണ് ഫാളിങ് വെഡ്ജസ് എന്ന് പറയുന്ന ചാർട്ട് പാറ്റേൺ. അടുത്തത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് സ്വിംഗ് ട്രേഡിങ്ങിൽ നമുക്ക് ഏറ്റവും കൂടുതൽ ടാർഗറ്റ് വെക്കാൻ പറ്റുന്ന ഒരു ചാർട്ട് പാറ്റേൺ ആണ്. അതാണ് നമ്മുടെ കപ്പ് ആൻഡ് ഹാൻഡിൽ ചാർട്ട് പാറ്റേൺ. ഇത് നിങ്ങൾ ഒരുപാട് കേട്ടിട്ടുണ്ടാകും, കപ്പ് ആൻഡ് ഹാൻഡിൽ എന്ന്. അത് അത്ര ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ടാണ് ഈ ഒരു പേര് നിങ്ങൾ എപ്പോഴും കേൾക്കുന്നത്. എന്താണ് കപ്പ് ആൻഡ് ഹാൻഡിൽ? ഇറ്റ്സ് വെരി സിമ്പിൾ. ആദ്യം തന്നെ മാർക്കറ്റിൽ ഒരു റൗണ്ട് ബോട്ടം സ്ട്രക്ചർ ആയിരിക്കും ഫോം ചെയ്യുക. അതിനുശേഷം മാർക്കറ്റ് ഒരു ചെറിയ ഡൗൺ ട്രെൻഡ്, സ്ലൈറ്റ്ലി ഒരു ഡൗൺ ട്രെൻഡിലേക്ക് മാർക്കറ്റ് പോകും. അപ്പോൾ ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഒരു കപ്പ് ആൻഡ് ഈ ഒരു ഡൗൺ ട്രെൻഡ് ഒരു ഹാൻഡിൽ എന്നുള്ള രീതിയിലാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ പേര് കപ്പ് ആൻഡ് ഹാൻഡിൽ. ഈ ഒരു ലെവലിൽ വേണേൽ നമുക്ക് എൻട്രി എടുക്കാം ആ ഒരു റീട്രേസ്മെൻറ്റിൽ. പക്ഷേ ബിഗിനേഴ്സ് ആണെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ ആ എൻട്രി തെറ്റിപ്പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഏറ്റവും നല്ല എൻട്രി എന്ന് പറയുന്നത് വീണ്ടും ഇവിടെ നിന്ന് മാർക്കറ്റ് സപ്പോർട്ട് എടുത്ത് ഈ ഒരു സ്വിംഗ് ഹൈ ലെവൽ ബ്രേക്ക് ചെയ്യുന്നതാണ് ഏറ്റവും നല്ല ഒരു എൻട്രി എന്ന് പറയുന്നത്.
അപ്പോൾ ഈ ഒരു കപ്പ് ആൻഡ് ഹാൻഡിൽ ചാർട്ട് പാറ്റേൺ ബ്രേക്ക്ഔട്ട് നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യുകയാണെങ്കിൽ സ്വിംഗ് ട്രേഡിങ്ങിൽ നിങ്ങൾക്ക് വളരെ സമാധാനമായിട്ട് ഇരിക്കാം. നല്ല ടാർജറ്റ്, അത്യാവശ്യം നല്ലൊരു 20 to 25% ടാർജറ്റ് വളരെ ഷോർട്ട് ടൈമിൽ ഒരു 1.5 മന്തിനുള്ളിൽ നിങ്ങൾക്ക് കിട്ടുമെന്നുള്ളതാണ്. ഇതിൻ്റെ ഏറ്റവും എക്സാമ്പിൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ എൻ്റെ ചാനലിൽ തന്നെ ഗോൾഡിൻ്റെ ഒരു വീഡിയോ, ഒരു ഷോർട്സ് ഞാൻ ചെയ്തിരുന്നു. അതായത് ഗോൾഡ് പറക്കാൻ പോവുകയാണ് റോബർട്ട് കിയോസാക്കി പറഞ്ഞാൽ, ഞാൻ വേണമെങ്കിൽ ഇതിൻ്റെ സൈഡിൽ വേണമെങ്കിൽ ആ റീല് ഇട്ടേക്കും. അപ്പോൾ അങ്ങനെ ഒരു റീലിൽ അത് മാത്രമല്ല, ടെക്നിക്കൽ അനാലിസിസ് പരിശോധിക്കുമ്പോൾ സ്വർണം ഒരു കപ്പ് ആൻഡ് ഹാൻഡിൽ ബ്രേക്ക്ഔട്ടിലാണ് നിൽക്കുന്നത് എന്ന് നമ്മൾ പക്കയായിട്ട് അതിൽ പറയുന്നുണ്ട്. ആ ബ്രേക്ക്ഔട്ടിന് ശേഷം സ്വർണ്ണം എവിടെയാണ് വന്നു നിന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ ഗോൾഡ് എന്ന് പറയുന്നത് നമുക്ക് ഇന്ത്യൻ മാർക്കറ്റിൽ ഗോൾഡ് ബീസ് നമുക്ക് വാങ്ങി വെക്കാം, അതുപോലെ തന്നെ ഗോൾഡ് സൊവറിൻ ബോൺസ് വാങ്ങി വെക്കാം. അപ്പോൾ ആ ഒരു ഗോൾഡ് പീസ് വാങ്ങുന്നതിൻ്റെ ഇമ്പോർട്ടൻസ് ആണ് ഞാൻ ആ ഒരു വീഡിയോയിൽ പറയുന്നത്. അത് പറയുമ്പോൾ 52 രൂപയും ഇന്ന് ഗോൾഡ് പീസിൻ്റെ വില 91 രൂപയാണ് എന്നുള്ളതാണ്. അത് ഗോൾഡിൽ മാത്രമല്ല സ്റ്റോക്സിലും ഉണ്ട്. അതിൻ്റെ എക്സാമ്പിൾസ് ഞാൻ കാണിച്ചു തരാം, പക്ഷെ ഞാൻ ഇത് ഓർത്തിപ്പോൾ പറഞ്ഞതാണ്. അപ്പോൾ കപ്പ് ആൻഡ് ഹാൻഡിൽ റിട്രേസ്മെൻറ്റ് അല്ലെങ്കിൽ കപ്പ് ആൻഡ് ഹാൻഡിൽ ബ്രേക്ക്ഔട്ട് ഈ ചാർട്ട് പാറ്റേണിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ബ്രേക്ക്ഔട്ടാണ്. അപ്പോൾ ഇതും നിങ്ങളുടെ മനസ്സിൽ വെക്കുക. അപ്പോൾ എത്ര ചാർട്ട് പാറ്റേൺസ് ആണ് നമ്മൾ പഠിച്ചത്? ഡബിൾ ബോട്ടം, ഡബിൾ ടോപ്പ്, ഹെഡ് ആൻഡ് ഷോൾഡർ, ഇൻവേർട്ടഡ് ഹെഡ് ആൻഡ് ഷോൾഡർ, ബെയറിഷ് റെക്റ്റാങ്കിൾ, ബുള്ളിഷ് റെക്റ്റാങ്കിൾ, റൈസിംഗ് വെഡ്ജസ്, ഫാളിംഗ് വെഡ്ജസ് ആൻഡ് അറ്റ് ലാസ്റ്റ് കപ്പ് ആൻഡ് ഹാൻഡിൽ. ഇതാണ് ഞാൻ നോക്കുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്വിംഗ് ട്രേഡിങ്ങിലെ ചാർട്ട് പാറ്റേൺ ബ്രേക്ക്ഔട്ട്സ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് നിങ്ങൾ കറക്റ്റായിട്ട് PDF ഫോട്ടോ എടുത്ത് നിങ്ങളുടെ ട്രേഡ് ചെയ്യുന്ന സ്ഥലത്ത് ഒട്ടിച്ച് വെക്കുകയോ അല്ലെങ്കിൽ നിങ്ങളുടെ എവിടെയെങ്കിലും നിങ്ങൾ കാണുന്ന രീതിയിൽ വെക്കാനായിട്ട് ശ്രമിക്കുക. ഈ ഒരു ചാർട്ട് പാറ്റേൺ ബ്രേക്ക്ഔട്ട് ഇനി വന്നിട്ടുള്ള സ്റ്റോക്കുകൾ, അതിൽ എക്സിറ്റ് എവിടെയാണ്, എൻട്രി എവിടെയാണ്, ടാർജറ്റ് എവിടെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ.